നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗായത്രി. ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അതായത് ഒഫീഷ്യലി നമ്മളൊരു യൂട്യൂബ് പാർട്ട്ണർ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിസംബർ മാസമൊക്കെ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആണ് വീഡിയോ ഇടുന്നത്. കാരണം കുറച്ച് തിരക്കുകളിലും പിന്നെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ പെട്ട് ഞാനും കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാതെ ആയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ചാനൽസ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ പോലും വാച്ച് ചെയ്യുന്ന ഒരുപാട് പേർക്കും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർക്കും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറ്റു വീഡിയോയിൽ ഇപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞാൽ ഇതൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ബട്ട് സ്റ്റിൽ മോണിറ്റൈസേഷൻ എന്താണ്, അതെങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഫ് കോഴ്സ് ഈ വീഡിയോ കാണാവുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ ആസ് എ പേഴ്സൺ എൻ്റെ അനുഭവങ്ങൾ, അതായത് ഇതുവരെ ഞാൻ ഇന്നേ ദിവസം വരെ യൂട്യൂബിൽ നിന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാ ആൾക്കാർക്കും ആദ്യം ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മോണിറ്റൈസേഷൻ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ്. അത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വിത്തിൻ 1 ഇയർ, അതല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് ഇൻ ഷോർട്സ് മാത്രം വിത്തിൻ 90 ഡേയ്സ്. ഇതാണ് ഒരു കോമൺ ക്രൈറ്റീരിയ. ഇതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി, എല്ലാവരെയും പോലെ ഞാനും ഇത് മനസ്സിലാക്കി. ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അധികം ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ വർക്കിങ്ങും അല്ല, ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന ആൾക്കാരും എനിക്കറിയുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. അതായത് എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ എൻ്റെ കുറച്ച് വിരലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രം തന്നെ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ വാട്സാപ്പ് കോൺടാക്ട്സ് ഈ 10-200 പേര് ഉണ്ടായിരുന്നു. ആ 200 പേർക്കും പേഴ്സണലി ഞാൻ എൻ്റെ ചാനലിലെ ലിങ്കും അതേപോലെ തന്നെ ഒരു വോയിസ് നോട്ട്, ഞാൻ സംസാരിച്ച ഒരു വോയിസ് നോട്ട്, അതായത് എന്താണ് ചാനൽ എന്നും ഞാനൊരു ചാനൽ തുടങ്ങുന്നുണ്ട് എന്നും ആ ചാനൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യണത് എന്നും പിന്നെ റിക്വസ്റ്റിംഗ് മോഡിൽ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും ഞാൻ പേഴ്സണലി 200 പേർക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ മെസ്സേജിനോടൊപ്പം തന്നെ ഒരു ചെറിയ റൈറ്റപ്പ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണണമെന്നും മറ്റ് അറിയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ആ ചെറിയൊരു നോട്ടപ്പ് എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ ആ നോട്ടപ്പിൻ്റെ ആർക്കെങ്കിലും അയച്ചൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ചാനൽ ബ്ലാങ്ക് ആക്കി ഇട്ടില്ല കേട്ടോ. ആദ്യത്തെ ഒരു 5 ഡേയ്സിൽ തന്നെ ഞാനൊരു 5 to 10 ഡേയ്സിൽ തന്നെ ഞാൻ കുറച്ചധികം ഷോർട്സ്, അതായത് ഒരു ദിവസം ഒരു 3-4 ഷോർട്സ് വെച്ചിട്ടു. അതിനോടൊപ്പം തന്നെ 1-2 ലോങ് വീഡിയോസും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്തു. അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചാനൽ ബ്ലാങ്ക് ആയി വിടരുത്. നിങ്ങളുടെ ചാനൽ വീഡിയോസ് കൂടുതലായാലും കുഴപ്പമില്ല, ഒരിക്കലും അത് കമ്മിയായി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആദ്യമായി നിങ്ങളുടെ ചാനൽ കാണുന്ന ഏതൊരു വ്യക്തിക്കും കുറേ വീഡിയോസും പിന്നെ കുറേ കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇംപ്രസീവ്നെസ് ഫീൽ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 200 പേർക്ക് മെസ്സേജ് ചെയ്താലും പേഴ്സണൽ മെസ്സേജ് ചെയ്താലും അതിൽ 200 പേരും ഒരിക്കലും നമുക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരുപക്ഷെ ഈ 200 കോൺടാക്ട്സിൽ കുറേ പേരുടെ നമ്പർ മാറ്റിയിട്ടുണ്ടാവും, ചിലർ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ചിലവർ കണ്ടാലും റെസ്പോണ്ട് ചെയ്യാതിരിക്കും. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ ആ വ്യക്തിയായിട്ടൊക്കെ ടച്ച് വിട്ടിട്ട് ഒരുപാട് കാലം ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കണ്ടാലും റെസ്പോണ്ട് ചെയ്യാതിരിക്കും. ആൻഡ് ഇതിലെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളോട് വളരെ ക്ലോസ് ആയ ആൾക്കാർ, അതായത് അത്രയും ഇൻറ്റിമേറ്റ് ആയ ആൾക്കാരടക്കം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുണ്ട്, നമ്മളിങ്ങനെ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ നെവർ റെസ്പോണ്ട്. ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു പടത്തിലൊക്കെ പറയുന്ന പോലെ ഡബിൾ ടിക്ക് ബ്ലൂ ടിക്കായി, ആദ്യം സിംഗിൾ ടിക്കാവും, അത് ഡബിൾ ടിക്കാവും, അത് ബ്ലൂ ടിക്കാവും, ആൻഡ് അത് അൺറെസ്പോണ്ടഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് അവിടെ കിടക്കും. യെസ്, ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക്, ഞാൻ എല്ലാവരും ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയില്ല കേട്ടോ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ വളരെ ക്ലോസ് ആയ ആൾക്കാർ അല്ലെങ്കിൽ ആരും തന്നെ മുന്നോട്ട് വരുന്നത് കാണാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് ഈ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന വേണം. ഒരിക്കലും നിങ്ങൾ കരുതരുത് നമുക്ക് അറിയുന്ന എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഒരിക്കലും നിങ്ങളിൽ പാടില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടന്റ്, പിന്നെ നിങ്ങൾ ഓരോ വീഡിയോസും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾ ഇടുന്ന എഫേർട്ട്, ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിനേക്കാൾ ഉപരി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെദർ ദേ സബ്സ്ക്രൈബ്, വെദർ ദേ നോട്ടീസ്, വെദർ എന്താണെങ്കിലും ഒരു പ്രശ്നമായിട്ട് അതിനെ എടുക്കരുത്. അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ.
അവരിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഞാൻ അടുത്തായിട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പോകുമല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ ഷോപ്പിങ്ങിനും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയോട് അല്ല, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ അവിടുത്തെ ഉള്ള ചേച്ചിമാരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ചാനലാണ്, എല്ലാ കണ്ടന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ ലിങ്ക് അയച്ചു തരാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും. ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഈ ഒരു ചാനൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടെ നമുക്ക് ഫുഡ് കൊണ്ടുവരുന്ന ആളോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയ സമയത്ത് അവിടെയും നമ്മൾ 2 ചേച്ചിമാരെ കണ്ടു, അവരോടും ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക്, അതായത് നമ്മൾക്ക് എല്ലാവരോടും ഇങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടാൽ നമുക്ക് കുറച്ചെങ്കിലും ഇപ്പം തുണിക്കടയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പായിരുന്നു, അതുകൊണ്ട് അവർക്കൊക്കെ കുറച്ച് നമ്മളെ ഒരു ഫെമിലിയാരിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ അത് എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊരു എത്തിച്ച് വന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ അച്ഛൻ്റെ കുറച്ച് കൊളീഗ്സിനും എല്ലാവർക്കും ഈ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളും, അതായത് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും അയച്ചു കൊടുത്തു. എൻ്റെ ബ്രദർ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഇതേപോലെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ അവരിലൂടെയും എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ തുടർച്ചയായി ഞാൻ ചെയ്തുകൊണ്ട് ഇരുന്നു. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ ചാനൽ ബ്ലാങ്ക് ആക്കി ഇടാതിരിക്കുക. എപ്പോഴും വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനീഷ്യൽ ടൈമിൽ, അതായത് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം തന്നെ ഒരു 3-4 ഷോർട്സ് ഒക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഷോർട്സിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഷോർട്സ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ഷോർട്സ് നന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു പെർ ഡേ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഒരു വീഡിയോ അങ്ങനെ വെച്ച് നിങ്ങൾ നിർത്തരുത്. പെർ ഡേ ഒരു 4 ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഡെയിലി, അതായത് വെറുതെ എന്തെങ്കിലും ഷോർട്സ് അല്ല, ബിക്കോസ് ബിഗിനേഴ്സ് ആണ്. എന്തെങ്കിലും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് കണ്ടാലേ ആൾക്കാർ ഒന്ന് നോട്ടീസ് ചെയ്യുള്ളൂ. സോ എന്തെങ്കിലും കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ഷോർട്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുക. അടുത്ത ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും അധികം ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ. സോ ഇൻസ്റ്റയിൽ എൻ്റെ അക്കൗണ്ടിനെ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിച്ചു. അതായത് നമുക്കിപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സ്, അതായത് സ്കൂൾ ഫ്രണ്ട്സ്, ഞാൻ UG പഠിച്ച സമയത്തുള്ള ഫ്രണ്ട്സ്, PG പഠിച്ച സമയത്തുള്ള കോളേജ് ഫ്രണ്ട്സ്, സ്കൂളിലെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, കോളേജിലെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരെയും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അവരിലേക്കൊക്കെ പേഴ്സണലി, ഒരിക്കലും നിങ്ങൾ ഈ ഗ്രൂപ്പുകളിലൊന്നും പോസ്റ്റ് ചെയ്തത് അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല. കാരണം എൻ്റെ അനുഭവപ്രകാരമാണ് ഞാൻ പറയുന്നത്. പേഴ്സണലി അവർക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പിൽ എങ്ങനെയാണോ മെസ്സേജ് ചെയ്തത് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും പേഴ്സണലി മെസ്സേജ് ചെയ്തു. ഈ പേഴ്സണൽ മെസ്സേജസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ നമ്മൾ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കത് കൂടുതൽ ഇംപ്രസീവ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അവരെന്തായാലും നമ്മളെ ഒരു ചെറിയ പരിചയം ഉണ്ടാവുമല്ലോ, ഈ സീനിയേഴ്സും ജൂനിയേഴ്സിനൊക്കെ നമ്മളെ സ്കൂളും കോളേജിലൊക്കെ വെച്ച് കണ്ട ഒരു പരിചയം ഉണ്ടാവുമല്ലോ. സോ അവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായി കേട്ടോ. അപ്പം അങ്ങനെ ഒരു മാസത്തിൽ ഞാനൊരു 500 സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ഉണ്ടാക്കി. അങ്ങനെ 2 മാസത്തിൽ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വാച്ച് അവറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാച്ച് അവേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വിത്തിൻ 1 ഇയർ എന്നുള്ള ആ ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ലോങ് വീഡിയോസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഒരാഴ്ച ഞാനൊരു 3-4 ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തു. അല്ലാതെ നമ്മൾ ഈ ഒരു മാസമൊക്കെ ഒരു വീഡിയോ വെച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ വാച്ച് അവർ ഇൻക്രീസ് ആവാൻ പോകുന്നേ ഇല്ല. വെദർ ആദ്യത്തെ ഒരു സമയത്ത് വ്യൂസ് ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ കെയർ ചെയ്യാതെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ, അതായത് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ലോങ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 10 മിനിറ്റിൽ കൂടുതലുള്ള ലോങ് വീഡിയോസ് നിങ്ങൾ ചെയ്യുക. ഒരാഴ്ചയിൽ നിങ്ങൾ 3-4 വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ലോങ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് നമ്മുടെ ഒരു വീഡിയോ പിന്നെ നമ്മുടെ ഫേസ് ഒക്കെ ആയിട്ട് കുറച്ചൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മുടെ വാച്ച് അവറും കൂടുതലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്.
ഞാൻ വേറൊരു കാര്യം എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലോങ് വീഡിയോയിൽ അധികം ഡിവോഷണൽ കണ്ടന്റും പിന്നെ കുറച്ചൊരു മോട്ടിവേഷണൽ ടൈപ്പിലുള്ളൊരു വീഡിയോസുമാണ് ഞാൻ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ ഷോർട്സിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള, അതായത് ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫാഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ടൈപ്പും ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്ന പാട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോങ് വീഡിയോയിലാണെങ്കിൽ ഞാൻ മാക്സിമം ഡിവോഷണൽ ടൈപ്പ് സ്റ്റോറി വീഡിയോസും പിന്നെ അതുപോലെ കുറച്ച് മോട്ടിവേഷണൽ കണ്ടന്റ് ഉള്ള പോഡ്കാസ്റ്റ് പോലത്തെ വീഡിയോസുമാണ് ഞാൻ ഷോർട്സിൽ ലോങ് വീഡിയോസിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ലോങ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ 10 മിനിറ്റിൽ കൂടുതലാവാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അതിനേക്കാൾ ഉപരി ഈ ലോങ് വീഡിയോ നിങ്ങൾ 10 മിനിറ്റിൽ കൂടുതൽ വേണം പറഞ്ഞിട്ട് ചുമ്മാ എന്താ പറയുക ഒരു 3 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊന്നും ചെയ്യാതെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പെട്ടെന്ന് വന്ന് ആ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് നിങ്ങൾക്ക് കാണാനുള്ള ടൈപ്പിൽ കുറച്ച് എൻഗേജിങ് ആയി പോകുന്ന രീതിയിലുള്ള കണ്ടന്റുകളെ ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾ ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ YT സ്റ്റുഡിയോ നിങ്ങളുടെ ഇതിൽ, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ്, അതായത് എത്ര സബ്സ്ക്രൈബേഴ്സ് കൃത്യമായി എത്ര സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോസിൻ്റെ പ്രോഗ്രസ് എന്താണ്, അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് റൺ ആവുന്നത് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ വീഡിയോസിന് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ YT സ്റ്റുഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, അതിൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട്, യൂട്യൂബ് ജിമെയിൽ അക്കൗണ്ടും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മോണിറ്റൈസേഷൻ വരെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. പിന്നെ ഒബ്വിയസ്ലി കോപ്പിറൈറ്റ് റൂൾസ്, നിങ്ങൾ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവുന്ന വരെ, അതുപോലെ ആയി കഴിഞ്ഞിട്ടും അത് അനാവശ്യമായിട്ട് ഉള്ള എന്താ പറയുക മ്യൂസിക്, അല്ല നിങ്ങളായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാത്ത മ്യൂസിക്, മറ്റുള്ള എഡിറ്റിംഗ് ചാനൽസിലെ മ്യൂസിക് ഒരിക്കലും അതൊന്നും നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യരുത്. വ്യക്തമായി കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ മ്യൂസിക് മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. മ്യൂസിക് മാത്രമല്ല ഫോട്ടോസും പിന്നെ മറ്റു ഓഡിയോസസ് ഒക്കെ ഒരിക്കലും കോപ്പിറൈറ്റ് വരുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ചാനൽ മോണിറ്റൈസേഷനെ അത് ബാധിക്കും. പിന്നെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് പോകാനടക്കം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി ആണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സ് തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്താണ് ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം, ഫീൽഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് അങ്ങനെ എന്താ പറയുക അത്ര സക്സസ്ഫുൾ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയി. അങ്ങനെ ഞാൻ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ഞാൻ ഫേസ് ചെയ്ത പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോവാം. അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് പോവാം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് പോവാം. ആദ്യം തന്നെ പറയാം, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ എങ്ങനെയെങ്കിലും ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളെ എല്ലാവരും മൊബൈൽ ഫോണിൽ, അതും യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് യൂട്യൂബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് വരിക. ഇപ്പം ഞാൻ സബ്സ്ക്രിപ്ഷനായിട്ട് ഒരുപാട് പേരെടുത്ത് റിക്വസ്റ്റ് ആയിട്ട് പോയ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾ ഫോൺ പോലും യൂസ് ചെയ്യില്ല എന്ന് ഉള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഫസ്റ്റ് തിങ്ങാണ്. അതൊരു എനിക്കറിയില്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പറഞ്ഞ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-40 ഏജിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു 30-40 വയസ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഫോൺ പോലും യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ ഉള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഉപരി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാനൽ സെൻഡ് ചെയ്ത് കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയും. പിന്നെ പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ അവർ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കും. അപ്പോൾ നന്നായി പോകുന്നു, കുഴപ്പമില്ല, എങ്ങനെയുണ്ട് നിങ്ങളും കൂടെ പറയൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണാറില്ല ഇങ്ങനത്തെ ഒരു, അതായത് ഞങ്ങൾ നിങ്ങളുടെ ഇതൊന്നും കാണാറില്ല, ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അതിനുശേഷം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിലൊന്നും താല്പര്യമില്ല ഇങ്ങനെ പറയുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അവരുടെ ഉള്ളിൽ അവർ നമ്മളോട് പറയാൻ വെച്ച എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു ഡയലോഗ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അതായത് ഈ ഒരു സെന്റൻസ്, അവരുടെ മനസ്സിലിരിക്കുന്ന ഈ ഒരു സെന്റൻസ്, ഞങ്ങൾ നിന്റെ ചാനൽ കാണാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് ഈ ഒരു സംഭവം നമ്മളിലേക്ക് അറിയിക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് തരുന്ന ഒരു ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പോലെ. ഒരിക്കലും ഞാനായിട്ട് ഒരാളടുത്ത് പോയിട്ടും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ ചാനലൊക്കെ കാണാറുണ്ടോ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ഞാനായിട്ട് ആരുടെ പോയി ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ട് ചാനൽ കാണാറില്ല, ആൻഡ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ചാനൽ കാണാറില്ല ആൻഡ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യൂട്യൂബ് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതെന്തിനായിരുന്നു തുടങ്ങിയത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയുക,
ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ. എന്തിനാണ് അതും ആൻഡ് അതിലൊരു മേജർ പോയിന്റ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ നമ്മളെ ഒരുപാട് കാലം പരിചയമുള്ള ആൾക്കാർ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നമ്മളെയൊക്കെ നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. സോ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഒട്ടും അറിയാത്ത ആൾക്കാർ അടക്കം നമ്മളെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരായിരിക്കും, പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തായിരിക്കില്ല, പക്ഷെ നമ്മുടെ നാട്ടുകാരായിരിക്കും. അവർ വന്നിട്ട് കൈയൊക്കെ തന്നിട്ട് പറയും ചാനൽ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ, നല്ല നല്ല വീഡിയോസാണ്. ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇടുമായിരുന്നു ആദ്യമൊക്കെ, അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബിൽ തന്നെ ജിന്ദഗി ഓഫ് ദിൽന എന്ന് പറഞ്ഞ ചാനലിലെ ദിൽന ചേച്ചി എല്ലാ വീഡിയോസിനും കമൻറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസിന് യൂഷ്വലി നമ്മളെ അറിയുന്ന ഒരുപാട് പേരും ഈ പറയുന്ന പോലെ കമൻറ്റുകൾ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റുകൾ ഇടാറുള്ള ഇഷ്ടം പോലെ പേരുണ്ട്. ഒരുപാട് പേര് വളരെ നന്നായിട്ടുണ്ട്, ഈ ഏജിൽ ഇത്രയും നല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് ഡിവോഷണൽ വീഡിയോസാണ്, അപ്പോൾ ഈ ഏജിൽ ഇത്രയും കൂടുതൽ അറിവുകൾ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ലൈഫിൽ എന്തെങ്കിലും ചെയ്ത് അതിന് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ തോന്നിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം. പിന്നെ മെയിനായിട്ട് എന്താ കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എടുത്തെടുപ്പിൽ തന്നെ നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് നമ്മൾ പ്രതീക്ഷിച്ച് ഈ ഒരു മേഖലയിലേക്ക് ഒരിക്കലും ആരും വരരുത്. നമുക്ക് തുടക്കം നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എസ്പെഷ്യലി ഞാൻ ഇതിലേക്ക് ഇറങ്ങിയ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് നമ്മളൊരാളോട് കാശ് കടം ചോദിക്കുന്ന പോലത്തെ ഒരു ഭാവമാണ് അവരോടൊന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവരിടുക. അതായത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമയമില്ല ഫോൺ നോക്കാൻ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ പറ്റിയാൽ ചെയ്യാം. ഇപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ നോക്കട്ടെ പറ്റിയാൽ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പൈസയൊക്കെ ഒരാളോട് ചോദിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു റിപ്ലൈ നമുക്ക് കേൾക്കാറുള്ളത്, നമുക്ക് നോക്കട്ടെ പറ്റിയാൽ ചെയ്യാം എന്നുള്ളതൊക്കെ. അങ്ങനത്തെയൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് ഒരുപാട് എന്നെ അങ്ങനെ ആരും കളിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മോശമായിട്ടുണ്ട് വീഡിയോ, എന്താ കാട്ടിക്കൂട്ടറ, അങ്ങനത്തെ രീതിയിലൊരു കളിയാക്കലുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ, എൻ്റെ ഹസ്ബൻഡ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ നെടുന്തൂണാണ് അവരൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരുപക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവർ അതായത് ദിവസവും ഈ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഞാനീ പറഞ്ഞ ആൾക്കാർ ഇന്ന് ഏത് വീഡിയോ ഇട്ടത്, ഇന്ന് എന്ത് കണ്ടന്റാണ് പോയത് എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഡോളേഴ്സ് നമ്മുടെ ഇതിൽ കയറി തുടങ്ങും. അതായത് YT സ്റ്റുഡിയോയിൽ കുറച്ച് ഡോളേഴ്സ് നമുക്ക് ഇങ്ങനെ കയറി തുടങ്ങും. ഈ $100 ആയാലാണ് അത് നമ്മളിലേക്ക് എത്തുക. എൻ്റെ അമ്മ ദിവസവും രാവിലെ എണീറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി ഇന്ന് എത്ര ഡോളർ കയറി എന്നാണ് എൻ്റെ അമ്മ നോക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഐ കാൺട്ട് ഈവൻ എക്സ്പ്രസ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മളെ സപ്പോർട്ട് ചെയ്യാനെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഒരുപാട് സർക്കിളൊന്നും വേണമെന്നില്ല. സത്യസന്ധമായിട്ട് വേണം നമുക്ക് ജീവിക്കാൻ, അങ്ങനെ വലിയൊരു സർക്കിളൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ആൾക്കാരുണ്ടായാൽ തന്നെ മതി. നമ്മുടെ നെടുന്തൂണായി നിൽക്കുന്ന വളരെ കുറച്ച് പേരുണ്ടായാൽ മതി. അത് അവർ തരുന്നൊരു സപ്പോർട്ടും അവർ തരുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു സ്ട്രെങ്ത്താണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മകൻ, എസ്പെഷ്യലി എൻ്റെ മോൻ, അവൻ ചെറിയ കുട്ടിയാണ്, പക്ഷേ എങ്കിൽ പോലും അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ അവൻ ഉണ്ടായതിന് ശേഷം നമ്മുടെ ലൈഫിലുണ്ടായ ചേഞ്ചസ് ഒക്കെ വളരെ വലുതാണ്. എന്താ പറയുക, അവൻ ജനിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തെടുക്കാൻ പറ്റിയതിൽ ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കേണ്ട മോണിറ്റൈസേഷൻ്റെ ഒരു സംഭവമാണെന്ന്. പക്ഷേ അത് എന്താ പറയുക, അത് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവും. അതിലേക്ക് എത്താനുള്ള ഒരു ദൂരം എത്രയാണ് എന്നുള്ളത് ഒരു ചാനൽ തുടങ്ങി മോണിറ്റൈസേഷനൊക്കെ ആവുന്ന ആ ഒരു വക്കിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും, അതിൻ്റെ ദൂരം എത്രയാണ് എന്നുള്ളത്. നമ്മൾ ആ ഇതിൽ ഉദാഹരണം സുജാത എന്ന് പറയുന്ന ആ പാട്ടിൽ ആ വരി പോലെ തന്നെയാണ്.
പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് കഷ്ടതകളും ഒരുപാട് പരിശ്രമങ്ങളും അതിന് വേണം. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഒരു ഇത് ഇങ്ങനെയായിരുന്നു. എൻ്റെ ഒരു ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനിയും ഇതിനെപ്പറ്റി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എനിക്കറിയില്ല ഇതൊക്കെ എന്താ പറയുക, എല്ലാം കൂടെ ഈ വീഡിയോനകത്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരു മാസമാണ് ഈ 4 മാസം. അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു 4 മാസം എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, ഞാൻ ലൈഫിൽ പല പല വേർഷൻസ് കണ്ട ഒരു സമയമാണ്. എന്താ ഓരോ ആൾക്കാർ നമ്മളെ അത്രയും പേഴ്സണലി അറിയുന്ന ആൾക്കാർ, നമ്മുടെ ചുറ്റും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരടക്കം നമ്മളൊരു സംരംഭം, ഇത് വളരെ ചെറിയൊരു സംരംഭമാണ്. ഞാൻ തുടങ്ങുന്നത് ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടങ്ങിയ ഒരു സംരംഭം, അതിലേക്ക് നമ്മളൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ്, ജസ്റ്റ് ഒരു ക്ലിക്ക്, അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെ തന്നെ അതെങ്ങനെയായിരുന്നു ഓരോ ആൾക്കാരുടെ റിയാക്ഷൻ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിലോട് മിന്നിമായാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ കുറേ ആൾക്കാരെ പഠിക്കാൻ പറ്റി. കുറേ ആൾക്കാരുടെ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച ആൾക്കാരുടെ മോശം വശങ്ങൾ പഠിച്ചു, നമ്മൾ മോശം എന്ന് വിചാരിച്ച ആൾക്കാരുടെ നല്ല വശങ്ങളും പഠിച്ച കുറച്ച് സമയമാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും ഈ വീഡിയോയിൽ വലിച്ചു നീട്ടി പറയുന്നില്ല. ഇപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ മോണിറ്റൈസേഷൻ വരെയുള്ള എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോയുടെ താഴെ ഒരു ചെറിയ കമൻറ്റോ എന്തെങ്കിലും ഇട്ടാൽ മതി. അതായത് മോണിറ്റൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ ഇനി കുറേ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ, കുറേ റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ കണ്ടന്റ് അതല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊന്നും അത് ഉൾപ്പെടുത്താത്തത്. ഇത് ഓൺലി തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് താങ്ക് ചെയ്യാനും ഒരുപാട് നന്ദി പറയാനുള്ളൊരു വീഡിയോ ആക്കിയിട്ടാണ് ഞാനിത് എടുത്തത്. അറിയണം, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഷോർട്സിലൂടെ ഓരോ ഡൗട്ട്സ് അല്ലെങ്കിൽ ഓരോ കമൻസ് ഞാൻ ഷോർട്സിലൂടെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ എന്താ പറയുക മോണിറ്റൈസേഷൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇത്രയും അല്ല കേട്ടോ, ഇതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പറയാനിരുന്നു കഴിഞ്ഞാൽ ഒരു സീരിയലാക്കാനുള്ളൊരു കഥയുണ്ട്. സോ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. സോ താങ്ക് യു ഓൾ ഫ്രം ദ വെരി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ എന്താ പറയുക, എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ്. സോ താങ്ക് യു ഓൾ. See you on the next video. Keep watching, continue watching, keep supporting. Thank you all, love you all.